ഗ്രാമത്തലവനായ വീരസിംഹന്റെ ഇരട്ടകളായ മക്കളാണ് ആദിലക്ഷ്മിയും ജ്യോതിലക്ഷ്മിയും. ജ്യോതി നഗരത്തിലാണ് താമസിക്കുന്നത്. ആദ്യ അച്ഛനൊപ്പം നാട്ടിലും. തന്റെ രാഷ്ട്രീയ ഭാവിക്കായി വീരസിംഹൻ വ്യത്യസ്ത മതത്തിലുള്ളവരുടെ വിവാഹം നടത്തിക്കൊടുക്കുമായിരുന്നു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അയാൾക്ക് താഴ്ന്ന ജാതിക്കാരോട് വെറുപ്പാണ്. ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതിനു ശേഷം അയാളുടെ ഗുണ്ടാത്തലവനായ നരിക്കുട്ടിയും ഗാങ്ങും ചേർന്ന് ആ കല്യാണം കഴിഞ്ഞവരെ കൊന്നുകളയും. എന്നാൽ ഇതൊന്നും അറിയാതെ തന്റെ അച്ഛനെ നിഷ്കളങ്കമായി വിശ്വസിച്ചിരുന്ന ആദി അവരുടെ കുടുംബ ഡ്രൈവറായ താഴ്ന്ന ജാതിയിൽപ്പെട്ട മണികണ്ഠനെ പ്രണയിക്കും വിവരം അച്ഛനോട് തുറന്നു പറഞ്ഞു. എന്നാൽ മകളോടുള്ള സ്നേഹം കാരണം വീരസിംഹൻ വിവാഹത്തിന് സമ്മതം മൂളുകയും ആദ്യ ഈ വിവരം ജ്യോതിയെ വിളിച്ചറിയിക്കുകയും ചെയ്തു. ജ്യോതി തന്റെ കൂട്ടുകാരായ പെനോലോപ്പിയെയും ബാഡ് ബോയെയും കൂട്ടി നാട്ടിലേക്ക് പുറപ്പെട്ടു. ജ്യോതിയും അന്യജാതിയിൽപ്പെട്ട ഒരു പയ്യനെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യം കൂടി അച്ഛനോട് പറഞ്ഞ് വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ കൂടിയാണ് അവൾ ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നത്. എന്നാൽ ഈ വിവരം അറിഞ്ഞ നരിക്കുട്ടി നിങ്ങൾ ഈ നാടിന് മാതൃകയാവേണ്ട നേതാവാണെന്നും അന്യജാതിക്കാരനെ പ്രണയിച്ച നിങ്ങളുടെ മകളെ കൊന്നുകളയാനായും ആവശ്യപ്പെട്ടു. ജാതിയാണ് പ്രധാനമെന്ന് തോന്നി വീരസിംഹൻ മകളെ കൊല്ലാനായി സമ്മതിച്ചു. അങ്ങനെ ഒരു കാർ ആക്സിഡന്റിൽ മണികണ്ഠനെ കൊലപ്പെടുത്തുകയും കുളിക്കാനുള്ള വെള്ളത്തിൽ ഷോക്ക് വെച്ച് ആദിലക്ഷ്മിയും നരിക്കുട്ടിയും ഗാങ്ങും ചേർന്ന് കൊലപ്പെടുത്തി. ഇതേ നേരം ജ്യോതിയും കൂട്ടുകാരും വീട്ടിലേക്ക് എത്തുകയും അവളുടെ അച്ഛൻ ആദ്യം മരിച്ച വിവരം അവളിൽ നിന്ന് മറച്ചു വെക്കുകയും ചെയ്തു. പെന്നലപ്പി ഒരു ഇംഗ്ലീഷുകാരിയാണെങ്കിലും അവൾക്ക് അത്യാവശ്യം തമിഴൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൾ മനസ്സിലാക്കിയെടുത്തു. എന്നാൽ ഇതേ നേരം ഈ ബാഡ് ബോയും ജ്യോതിയും തമ്മിൽ പ്രണയത്തിലാണെന്ന് തോന്നിയ നരിക്കുട്ടി വളരെ തന്ത്രപരമായി ആദിയുടെ വിവാഹം പറഞ്ഞു സമ്മതിപ്പിച്ചത് ഞാനാണെന്നും നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് തുറന്നു പറയാനായും ജ്യോതിയോട് പറഞ്ഞു. അത് കേട്ടതും ആ ബാഡ് ബോയുമായി താൻ ഇഷ്ടമാണെന്നുള്ള കാര്യം ജ്യോതി പറയുകയും ഉടനെ തന്നെ നരിക്കുട്ടി വീരസിംഹനെ ഈ കാര്യം അറിയിക്കുകയും ആ പയ്യനെ പിടിച്ചുകൊണ്ടുവന്ന് ഇടിക്കാനായി തുടങ്ങി. എന്നാൽ ഇതേ നേരം പെനലപ്പി മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ജ്യോതിയുടെ അടുത്തേക്ക് പറയുകയും ജ്യോതിയും പെനലപ്പിയും കൂടി വീരസിംഹന്റെ അടുത്തേക്ക് പോയി താൻ ഒരു ലെസ്ബിയൻ ആണെന്നും താൻ പ്രണയിക്കുന്നത് ബാഡ് ബോയ് അല്ല പെനലപ്പി ആണെന്നും കൂടി പറഞ്ഞു. അത് കേട്ടതും ആ പയ്യനെ വെറുതെ വിടുകയും കൂടാതെ തനിക്ക് വലുത് തന്റെ ജാതി അഭിമാനമാണെന്നും പറഞ്ഞത് കേട്ട് മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ ആദ്യം കൊന്നുകളഞ്ഞതുപോലെ അവളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. കൂടാതെ പെനലപ്പിയും ബാഡ് ബോയും അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. തന്റെ മകൾ മരണപ്പെട്ടതിൽ വീരസിംഹന് വിഷമമുണ്ടായിരുന്നെങ്കിലും ജാതിക്ക് വേണ്ടിയാണല്ലോ എന്നോർത്ത് അയാൾ സമാധാനിച്ചു. കുറെ ദിവസം വിഷാദത്തിൽ നടന്ന ജ്യോതി അവസാനം തന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയി പ്രണയത്തിന്റെ വില പറഞ്ഞ് മനസ്സിലാക്കുകയും തന്റെ കൂട്ടുകാരുടെ കൂടെ താൻ ഇവിടെ നിന്ന് പോവുകയാണെന്നും എന്നെ തടയരുതെന്നും അപേക്ഷിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, വീരസിംഹൻ അവളെ തടഞ്ഞില്ല. പോകുന്ന വഴി പെനലപ്പി വീരസിംഹന്റെ ഫോണിലേക്ക് വിളിക്കുകയും ശരിക്കും ബാഡ് ബോയും ജ്യോതിയും തമ്മിൽ തന്നെയാണ് പ്രണയമെന്നും താഴ്ന്ന ജാതിക്കാരനായ അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് താൻ കളവ് പറഞ്ഞതെന്നും രണ്ടുപേർ തമ്മിൽ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവരെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് ഡയലോഗ് അടിച്ച് കൂടാതെ നരിക്കുട്ടിയെ രണ്ട് ചീത്തയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ 2 വർഷത്തിന് ശേഷം വീരസിംഹൻ ഫ്രാൻസിലേക്ക് പോയി ജ്യോതിയുടെ കൂടെ താമസിക്കുന്നതായി കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്.